Good morning, students. +2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. We are discussing the second chapter of macro economics, national income accounting. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമായ ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. In the last class we discussed about flow of production and also about final goods and intermediate goods. ഉൽപാദന പ്രവാഹത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അന്തിമ വസ്തുക്കൾ, ഇടനില വസ്തുക്കൾ, ഇവയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് മനസ്സിലാക്കി. And in this session we are going to discuss more about final goods. അന്തിമ വസ്തുക്കളെക്കുറിച്ച് ഒന്നും കൂടി വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ സെഷനിൽ. അതായത് ഫൈനൽ ഗുഡ്സിനെ രണ്ട് തരത്തിൽ കൂടി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓർ വി ക്യാൻ സേ ഫൈനൽ ഗുഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. സോ ഫൈനൽ ഗുഡ്സ് are again classified into two. That is consumption goods and capital goods. അന്തിമ വസ്തുക്കളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. One is ഉപഭോഗ വസ്തുക്കൾ, that is consumption goods, and the other one is capital goods, മൂലധന വസ്തുക്കൾ. എന്താണ് ഉപഭോഗ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ലൈക്ക് ഫുഡ്, ക്ലോത്ത് ആൻഡ് services such as recreation are purchased and consumed by the ultimate consumers, and such goods are called consumer goods. അതായത് ഭക്ഷണം, തുണിത്തരങ്ങൾ, വിനോദം തുടങ്ങിയ സാധനങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യും. ഇത്തരം വസ്തുക്കളെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഉപഭോക്തൃ വസ്തുക്കൾ അഥവാ ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നത്. See, all these goods that we have mentioned, food, clothing and services like recreation, all these are extinguished by immediate consumption. അതായത് ഒറ്റ ഉപഭോഗത്തിൽ തീരുന്നവയാണ് ഈ പറയുന്ന ഉപഭോക്തൃ വസ്തുക്കൾ. ഉദാഹരണത്തിന് ഫുഡ്, ഒറ്റ ഉപഭോഗത്തിൽ അത് തീരുന്നു. ഓക്കെ. അതുപോലെ നമ്മൾ ഒരു വിനോദം എക്സാമ്പിൾ എടുക്കാം, ഒരു സിനിമ കാണുന്നു. ഓക്കെ, അത് നമ്മൾ കണ്ട് കഴിഞ്ഞതോടുകൂടി അത് തീർന്നു പോകുന്നു. സോ ഓൾ ദോസ് ഗുഡ്സ് വിച്ച് ആർ purchased and consumed by the ultimate consumers are called consumption goods. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു ഭക്ഷണം, തുണിത്തരങ്ങൾ അഥവാ വിനോദം തുടങ്ങിയ സാധനങ്ങളും സേവനങ്ങളുമെല്ലാം ഉപഭോക്താവ് വാങ്ങുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. And these goods can be called as consumption goods. Okay. So now the next classification of the final goods are capital goods. എന്താണ് മൂലധന വസ്തുക്കൾ? ദീർഘകാലം നിലനിൽക്കുന്ന ചില അന്തിമ വസ്തുക്കളുണ്ട്. The goods which are durable in nature. Such goods are known as capital goods. നോക്കൂ, കൺസംഷൻ ഗുഡ്സ് ഒരൊറ്റ ഉപഭോഗത്തിൽ തീർന്നു പോവുകയാണ്. പക്ഷേ ചില അന്തിമ സാധനങ്ങൾ ഒറ്റ ഉപഭോഗത്തിൽ തീർന്നു പോകുന്നതല്ല. അത് മറ്റു വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉൽപാദന പ്രക്രിയയിൽ ഇടപെടുന്നവയാണ്. ഫോർ എക്സാമ്പിൾ ടൂൾസ്, ഉപകരണങ്ങൾ, ലൈക്ക് ദാറ്റ് മെഷീൻസ്,
So these tools and machines are engaging in the production process to produce other goods. You know, these are final goods because these goods produced are not transformed into another good. ഇതൊരിക്കലും മറ്റൊരു വസ്തുവായിട്ട് മാറുന്നില്ല. പക്ഷേ ഉൽപാദന പ്രക്രിയയിൽ മറ്റു വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന വസ്തുക്കളാണ് ഇവ, യന്ത്രങ്ങളും ഉപകരണങ്ങളും. നമ്മൾ കൺസംഷൻ ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് ഫുഡ്, ക്ലോത്തിങ്, ദീസ് ആർ കൺസംഷൻ ഗുഡ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ദീർഘകാലം നിലനിൽക്കുന്ന വസ്തുക്കളല്ല, ഒരു ഒറ്റ ഉപഭോഗത്തിൽ തീർന്നു പോകുന്ന വസ്തുക്കളാണ്. These goods are purchased and consumed by the ultimate consumers, and these goods will extinguish by an immediate consumption. ഒറ്റ ഉപഭോഗത്തിൽ തീർന്നു പോകും. But capital goods are those goods which are durable in nature. ദീർഘകാലം നിലനിൽക്കുന്നതാണ് ഈ ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഒരു പ്രത്യേകത, ഇത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുന്നു മറ്റു വസ്തുക്കളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. So example, tools and machines can be, tools, machines, etc. can be considered as capital goods. മൂലധന വസ്തുക്കൾ. See, പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന വസ്തുക്കളാണ്, അന്തിമ വസ്തുക്കളാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഉൽപാദനത്തിൻ്റെ അല്ലെങ്കിൽ ഉൽപാദന പ്രക്രിയയുടെ നട്ടെല്ല് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന വസ്തുക്കൾ. ദീസ് ആർ ദ ബാക്ക് ബോൺസ് ഓഫ് എ പ്രൊഡക്ഷൻ പ്രോസസ്. ഉൽപാദന പ്രക്രിയ നടക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വസ്തുക്കളാണ് ടൂൾസ്, മെഷീൻസ്, ഓൾ ദീസ് ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന വസ്തുക്കൾ. ഈ മൂലധന വസ്തുക്കളുടെ ഒരു പ്രത്യേകത, കാലക്രമേണ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ അത് കേടുവരുവാൻ സാധ്യതയുണ്ട്. സോ റിപ്പയർ ചെയ്യേണ്ടി വരും. വിയർ ആൻഡ് ടിയർ. ദീസ് ഗുഡ്സ് വിൽ എക്സ്പീരിയൻസ് വിയർ ആൻഡ് ടിയർ ആൻഡ് ദർ ഇസ് എ നീഡ് ഓഫ് റിപ്പയറിംഗ് ദീസ് ക്യാപിറ്റൽ ഗുഡ്സ്. സംടൈംസ് വി ഹാവ് ടു റീപ്ലേസ് ദീസ് ഗുഡ്സ്. കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാപിറ്റൽ ഗുഡ്സിനെ മാറ്റേണ്ടി വരാം. ചിലപ്പോൾ നമുക്കത് റിപ്പയർ ചെയ്താൽ മതിയാവും. വിയർ ആൻഡ് ടിയർ ഒക്കെ ഉണ്ടാവുന്ന, ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ കേടുപാടുകൾ സംഭവിക്കുന്ന ഗുഡ്സാണ് ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പം കൺസംഷൻ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. വളരെ ഷോർട്ടായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ ഉപഭോഗത്തിൽ തീർന്നു പോകുന്ന വസ്തുക്കളാണ് യഥാർത്ഥത്തിൽ ഉപഭോഗ വസ്തുക്കൾ. ഉദാഹരണം നമ്മൾ കണ്ടു, ഫുഡ്, clothing, and the recreation, chala services like recreation. These are all extinguished by an immediate consumption by the consumer. ദീർഘകാലം നിലനിൽക്കുന്നവയല്ല ഇവ. Not durable in nature. Okay. But here capital goods are durable in nature. They helps in the production process. ദേ ആർ ഫൈനൽ ഗുഡ്സ്. ഇത് ഫൈനൽ ഗുഡ്സ് തന്നെയാണ്, അന്തിമ വസ്തുക്കൾ തന്നെയാണ്. ഒരിക്കലും ഇത് മറ്റൊരു ഗുഡായിട്ട് മാറുന്നില്ല. ഇവിടെ കൺസംഷൻ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും രണ്ടും ഫൈനൽ ഗുഡ് തന്നെയാണ്. രണ്ടും മറ്റൊരു ഗുഡായിട്ട് മറ്റൊരു ട്രാൻസ്ഫോർമേഷൻ രണ്ടിനുമില്ല. പക്ഷേ ഇത് ദീർഘകാലം നിലനിൽക്കുന്നവയാണ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മറ്റു വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്ന ഗുഡ്സാണ്. കുറേ കാലം ഉപയോഗിക്കുമ്പോൾ അതിന് കേടുപാടുകൾ സംഭവിക്കാം, വിയർ ആൻഡ് ടിയർ വരാം. സോ വി ക്യാൻ റിപ്പയർ ചെയ്യാൻ കഴിയും. വി ക്യാൻ ആൾസോ റീപ്ലേസ് ദിസ്. സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈനൽ ഗുഡ്സ്, കൺസംഷൻ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പം ഉപഭോഗ വസ്തുക്കളും മൂലധന വസ്തുക്കളെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മൂലധന വസ്തുക്കളുടെ ഒരു പ്രത്യേകത കൂടി എന്താ വെച്ചാൽ, ദിസ് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഉൽപാദന പ്രക്രിയയുടെ നട്ടെല്ലായിട്ട് കാണുന്ന ഗുഡ്സാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഓക്കെ. നൗ
again these consumption goodsനെ നമുക്ക് വീണ്ടും ഒരു രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. See, consumption goods can be again classified into two: non-durable consumer goods and durable consumer goods. ഉപഭോഗ വസ്തുക്കളെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. സി, ദീർഘകാലം നിലനിൽക്കാത്ത ഉപഭോഗ വസ്തുക്കൾ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ഡ്യൂറബിൾ. അതർ ക്ലാസിഫിക്കേഷൻ ഇസ് ഡ്യൂറബിൾ, ദീർഘകാലം നിലനിൽക്കുന്ന ഉപഭോഗ വസ്തുക്കൾ. ഇവിടെ നോൺ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സിന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്താണ് അഥവാ കൺസംഷൻ ഗുഡ്സ് എന്താണ് എന്ന് നിർവചിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒറ്റ ഉപഭോഗത്തിൽ തീർന്നു പോകുന്ന വസ്തുക്കളാണ് കൺസംഷൻ ഗുഡ്സ്. നമ്മൾ ഉദാഹരണം കണ്ട ഫുഡും ക്ലോത്തിങ്ങും. അപ്പം നോൺ ഡ്യൂറബിൾ ആണ് ഫുഡ് ആൻഡ് ക്ലോത്തിങ്. ഒരുപാട് കാലം നിലനിൽക്കാത്ത വസ്തുക്കളാണ് ഇവ. ഇത്തരം കൺസ്യൂമർ ഗുഡ്സിനെയാണ്, ഉപഭോഗ വസ്തുക്കളെയാണ് നമ്മൾ നോൺ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ദീർഘകാലം നിലനിൽക്കാത്ത ഉപഭോഗ വസ്തുക്കൾ. ഓക്കെ, ആൻഡ് വാട്ട് യു മീൻ ബൈ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ്? നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ടെലിവിഷൻ, അതുപോലെ ഓട്ടോമൊബൈൽ, വാഹനങ്ങൾ. ദീസ് ആർ കൺസ്യൂമർ ഗുഡ്സ് ഓർ കൺസംഷൻ ഗുഡ്സ്. ഇതെല്ലാം ഉപഭോഗ വസ്തുക്കളാണ്. അന്തിമമായിട്ട് ഉപഭോക്താവ് ഉപയോഗിക്കുകയും വാങ്ങുകയും എല്ലാം ചെയ്യുന്ന വസ്തുക്കളാണ് ടെലിവിഷനും ഓട്ടോമൊബൈലും. ഓക്കെ, ബട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് നോൺ ഡ്യൂറബിൾ ആൻഡ് ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ് ആർ these goods are durable in nature. ദീർഘകാലം നിലനിൽക്കുന്നവയാണ്. ടെലിവിഷനും ഓട്ടോമൊബൈലും എല്ലാം ഒരുപാട് കാലം നിലനിൽക്കും. ഇതിന് ഒരു ക്യാപിറ്റൽ ഗുഡിൻ്റെ നേച്ചർ ഉണ്ട്. സോ യു ക്യാൻ സി ക്യാപിറ്റൽ ഗുഡ്സ് ആർ ആൾസോ ഡ്യൂറബിൾ ഇൻ നേച്ചർ. അതുപോലെ തന്നെ ഡ്യൂറബിൾ കൺസംഷൻ ഗുഡ്സും അതുപോലെ തന്നെ ഡ്യൂറബിൾ കുറേ കാലം നിലനിൽക്കുന്നതാണ്, ദീർഘമായി നിലനിൽക്കുകയാണ്. അപ്പം ഈ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും തമ്മിൽ ഒരു സാമ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ രണ്ടും രണ്ട് തരത്തിലുള്ള വസ്തുക്കൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. യു സി, ക്യാപിറ്റൽ ഗുഡ്സ് ആർ എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഉൽപാദന പ്രക്രിയയിൽ ഇടപെടുന്ന വസ്തുക്കളാണ് യഥാർത്ഥത്തിൽ ഈ ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന വസ്തുക്കൾ. പക്ഷേ ഇവിടെ ദീർഘകാലം നിലനിൽക്കുന്ന ഉപഭോഗ വസ്തുക്കൾ ഒരിക്കലും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുന്നില്ല. സി, ടെലിവിഷൻ ഇറ്റ്സ് നോട്ട് എൻഗേജിങ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ലൈക്ക് ദാറ്റ് ഓട്ടോമൊബൈൽ, സ്കൂട്ടർ, cars. These are goods which are not engaging in any production process. അതിന് ഡ്യൂറബിൾ ആണ് എന്ന് മാത്രം ഉള്ള ആ ഒരു സാമ്യം മാത്രമാണ് ക്യാപിറ്റൽ ഗുഡുമായിട്ടും ഈ വസ്തുവിന് അഥവാ ദീർഘകാലം നിലനിൽക്കുന്ന വസ്തുക്കൾ, ഉപഭോഗ വസ്തുക്കൾക്കുള്ളത്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു കാറ്റഗറൈസേഷൻ മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഫൈനൽ ഗുഡ്സ് can be classified into two: consumption goods and capital goods. Consumption goods അഥവാ ഉപഭോഗ വസ്തുക്കൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ദാറ്റ് ഈസ്, ഉപഭോഗ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഉപഭോഗത്തിൽ തീർന്നു പോകുന്ന. These goods are extinguished by an immediate consumption. തുണിത്തരങ്ങൾ, ഭക്ഷണം, വിനോദം തുടങ്ങിയ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും അന്തിമമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു.
അവിടെ കൺസംഷൻ ഗുഡ്സിനെ നമുക്ക് രണ്ടായിട്ട് തന്നെ തരംതിരിക്കാം. ദീർഘകാലം നിലനിൽക്കാത്ത ഉപഭോഗ വസ്തുക്കൾ, നോൺ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ്. ഉദാഹരണം കണ്ടു, ഫുഡ് ആൻഡ് ക്ലോത്തിങ്. ദീർഘകാലം നിലനിൽക്കുന്ന ഉപഭോഗ വസ്തുക്കൾ, ടെലിവിഷൻ, ഓട്ടോമൊബൈൽ. ഇതും ഉപഭോഗം ചെയ്യുക തന്നെയാണ്, കൺസ്യൂമർ ഉപഭോഗം ചെയ്യുകയാണ്. പക്ഷേ ഇത് കുറച്ചു കാലം നിലനിൽക്കുമെന്ന് മാത്രം. ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിനും വിയർ ആൻഡ് ടിയർ സംഭവിക്കാം. കാലക്രമേണ ഉപയോഗിക്കുമ്പോൾ ഇതിന് കേടുപാടുകൾ വരാം. അത് റിപ്പയർ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. നെക്സ്റ്റ് ഫൈനൽ ഗുഡിനെ ക്ലാസിഫൈ ചെയ്തത് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന മൂലധന വസ്തുക്കൾ. ഉൽപാദന പ്രക്രിയയുടെ നട്ടെൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന വസ്തുക്കളാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഒരു പ്രത്യേകത, ദിസ് ഈസ് ഡ്യൂറബിൾ ഇൻ നേച്ചർ. ദീസ് ഗുഡ്സ് ആർ എൻഗേജിങ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ദീസ് ഗുഡ്സ് ആർ ഹെൽപ്പിംഗ് ടു പ്രൊഡ്യൂസ് അതർ ഗുഡ്സ്. മറ്റു വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്ന വസ്തുക്കളാണ് യഥാർത്ഥത്തിൽ മൂലധന വസ്തുക്കൾ. ഉദാഹരണം ടൂൾസ് ആൻഡ് മെഷീൻസ്. ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റൽ ഗുഡ്സും ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സും നമുക്ക് ചില സന്ദർഭങ്ങളിൽ സാമ്യമായിട്ട് തോന്നാം. എവിടേക്കാണ് അത് ഒരു സാമ്യത നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്? അതായത് ക്യാപിറ്റൽ ഗുഡ്സും ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സും രണ്ടും ദീർഘകാലം നിലനിൽക്കുന്നവയാണ്. രണ്ടിനും വിയർ ആൻഡ് ടിയർ വരാം, ഉപയോഗിക്കും തോറും കേടുപാടുകൾ സംഭവിക്കാം. രണ്ടും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും, റിപ്പയർ ചെയ്യാൻ കഴിയും. ഓക്കെ, പക്ഷേ രണ്ട് വസ്തുക്കൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. കാരണം ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സഹായിക്കുന്നവയാണ്. ബട്ട് ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ് ആർ നോട്ട് എൻഗേജിങ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ദീസ് ഗുഡ്സ് ആർ നോട്ട് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് അതർ ഗുഡ്സ്. മറ്റു വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഒരിക്കലും ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ് ഇടപെടുന്നില്ല. ബട്ട് ക്യാപിറ്റൽ ഗുഡ്സ് ആർ എൻഗേജിങ് ഇൻ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ്. എക്സാമ്പിൾ ടൂൾസ് ആൻഡ് മെഷീൻസ്. ഓക്കെ, അപ്പം ഈ ഫൈനൽ ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So we will see in the next class with a new topic. Till then, goodbye.